അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കിതാബുൽ ജുമുഅ, ബാബുൽ ജുമുഅ. ജനങ്ങൾ ഒരുമിക്കുന്നതുകൊണ്ടാണ് ജുമുഅ എന്ന് പറയുന്നത്. ഇജ്തിമാ എന്ന് പറഞ്ഞാൽ ഒരുമിക്കുക എന്നാണ്. ജുമുഅ കുറേ ആൾക്കാർ പല കാരണങ്ങൾ പറയുന്നുണ്ട്. അടിമകളൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ഒരുമിച്ച് കൂടും. മുഅ്മിനീങ്ങളെ പെരുന്നാളാണ്, അപ്പോൾ ഒരുമിച്ച് കൂടും. ഒരുപാട് നന്മകൾ അതിൽ ഒരുമിച്ച് കിട്ടും. അർവാഹുകൾ ഒരുമിച്ച് കൂടും. ഖബറുകളൊക്കെ സന്ദർശിക്കപ്പെടും. അങ്ങനെയൊക്കെ പല പ്രത്യേകതയുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നല്ലേ അത്. ദിവസങ്ങളുടെ നേതാവാണ് ജുമുഅ. സ്വലാത്തുൽ ജുമുഅത്തി ഫർളു ഐനിൻ. ജുമുഅ നിസ്കാരം ഫർള് ഐനാണ്. അലാ മൻ ഇജ്തമഅ ഫീഹി സബഅത്ത് ശുറൂത്തിൻ. 7 നിബന്ധനകൾ സമ്മേളിച്ചവർക്ക്. 7 നിബന്ധനകൾ. ഒന്ന് ദുക്കൂറ, പുരുഷൻ. ഇത് നമ്മൾ പറഞ്ഞിരുന്നോ? ഏതായാലും സ്ത്രീകൾക്കില്ല, പുരുഷന്മാർ. ഏതായാലും പെട്ടെന്ന് പോവാ. വല്ല ഹുറിയ, സ്വതന്ത്രനാവുക. വല്ല ഇഖാമത്ത്, നാട്ടിലുള്ളവനാവുക, യാത്രക്കാരനാകരുത്. ബിമിസ്ർ, ഒരു പട്ടണത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പട്ടണത്തിൽ താമസിച്ചവനാവുക. ഔ ഫീമാഹുവ ദാഖിലും ഫി ഹദ്ദിൽ ഇഖാമത്തി ബിഹ, അല്ലെങ്കിൽ പട്ടണത്തിൽ താമസിക്കുന്നവൻ്റെ ഒരു അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നവനാവുക. അതിനോട് തൊട്ടടുത്ത സ്ഥലം എന്നർത്ഥം. ഫില്ലസഹി, പ്രബലമായ പ്രായത്തിൽ. 4-മത്തെ ആരോഗ്യമാണ്. 5-മത്തത് അസിഹ. 4-മത്തെ ആരോഗ്യമാണ്. രോഗികൾക്ക് നിർബന്ധമല്ല, പറ്റ വയസ്സായ ആളുകൾക്കൊന്നും. 5 അൽ അമ്നു മിൻ ളാലിമിൻ. അക്രമിയെ തൊട്ട് പേടിയില്ലാതിരിക്കുക, അക്രമഭയം ഇല്ലാതിരിക്കുക. അപ്പോൾ അക്രമികൾ ആരെങ്കിലും ആക്രമിക്കും, അല്ലെങ്കിൽ പൈസ അല്ല, അപ്പം കടം കൊടുക്കാണ്ട്, അപ്പോൾ ആൾക്കാർ അവനെ പിടിച്ചു വെക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജുമുഅക്ക് പോകണ്ട. അപ്പോൾ സലാമത്തിലതിന് കണ്ണിന് കാഴ്ച ഉണ്ടാവുക, 2 കണ്ണിനും. അപ്പോൾ സലാമത്തു രിജ്ലൈനി, കാലിനും കുഴപ്പമില്ലാതിരിക്കുക, നടക്കാൻ കഴിയണം. നടക്കാൻ കഴിയാത്ത ആക്കെന്തില്ല, ജുമുഅ നിർബന്ധം ഇല്ല. കാല് മുറിച്ചു പോയിട്ടുണ്ട്, പിന്നെ വൈസ്തറത്തുൽ സിഹത്തിഹ സിത്തത്തു അശ്യ. ജുമുഅ സ്വഹിയാകണമെങ്കിൽ 6 കാര്യങ്ങൾ ഷർത്താണ്. 1 അൽ മിസ്ർ ഔ ഫിനാഉഹു, പട്ടണമായിരിക്കണം, അല്ലെങ്കിൽ പട്ടണത്തിൻ്റെ മുറ്റം എന്ന് പറഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളായിരിക്കണം. ഫിനാവ് എന്ന് പറഞ്ഞാൽ മുറ്റം എന്നാണ് പറയല്. പട്ടണത്തിന് മുറ്റം എന്ന് പറഞ്ഞാൽ, ആ പട്ടണം എന്ന് പറഞ്ഞാൽ കുറേ പീടികകളും മറ്റും മറിച്ചുമൊക്കെ ഉണ്ടാവും. ആ കെട്ടിടവുമായി അനുബന്ധമായിട്ടുള്ള പ്രദേശങ്ങൾ അല്ലേ. പിന്നെ സുൽത്താനു, ഭരണാധികാരിയാണ് നിസ്കരിക്കേണ്ടത്. ഔ നായിബുഹു, അല്ലെങ്കിൽ ഭരണാധികാരിയുടെ പകരക്കാരൻ. ഇവർക്കാണ് അതിനുള്ള അധികാരം. സുൽത്താൻ അല്ലെങ്കിൽ പകരക്കാർ, ഖാദി, അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ജുമുഅ സ്ഥാപിക്കാനുള്ള അധികാരം. അതായത് ജുമുഅ നിലനിർത്താൻ, ജുമുഅ നടപ്പാക്കാൻ ഭരണാധികാരി ഏൽപ്പിക്കുന്ന ആൾ എന്നർത്ഥം. ഫലാ തുസിഹു ഖബ്ലഹു. വഖ്തു ളുഹറാണ് അടുത്തത്. വഖ്തു ളുഹറിൻ്റെ സമയത്തേ പറ്റുള്ളൂ. ഫലാ തുസിഹു ഖബ്ലഹു, ളുഹറിന് മുമ്പ് പറ്റൂല. വതബത്തുൽ ബി ഖുറൂജിഹി, ളുഹറിൻ്റെ സമയം കഴിഞ്ഞാൽ ജുമുഅ ബാത്തിലാകും. വൽ ഖുത്ബത്തു, ഖുത്ബ ഷർത്താണ്. അറബി തന്നെ ആവണമെന്നില്ല, ഖുത്ബ വേണമെന്നേ ഉള്ളൂ. ഷാഫി മദ്ഹബിൽ ഖുത്ബ വേണം. അതുപോലെ തന്നെ പട്ടണത്തിലാവണമെന്നുമില്ല ഷാഫി മദ്ഹബിൽ. ഗ്രാമത്തിലും പറ്റും. 40 ആളുണ്ടാവുക എന്നുള്ളതാണ് കണക്ക്. ഹനഫി മദ്ഹബിൽ ഒരു വലിയ പട്ടണമാവുക എന്നുള്ളതാണ്. പക്ഷേ എന്താ വെച്ചാൽ ഷാഫി മദ്ഹബിൽ 40 ആൾ വേണം. പല അഭിപ്രായമുണ്ട്, 12 എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ ഹനഫി മദ്ഹബിൽ 2 ആളായാലും മതി. പക്ഷേ പട്ടണമാകും വേണം. നമ്മൾ ഗ്രാമത്തിൽ മതി എന്ന് പറയുമ്പോൾ 40 ആൾ വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വ്യത്യാസം കാണുന്നുണ്ട്. ഖുത്ബ അറബിയിലാകണം. പിന്നെ അറബിയിലോ പേർഷ്യൻ ഭാഷയിലായാലും മതി എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഷാഫി മദ്ഹബിൽ അറബിയിൽ തന്നെയാണ്. ഫർളുകൾ എന്ത് ചെയ്യണം, അറബി ഭാഷയിൽ ആകണം.
ഖബലഹ ജുമാൻ്റെ മുമ്പ് ബി ഖസ്തിഹ ഖുത്ബയാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ. അല്ലാതെ ഖത്തീബ് തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഖുത്ബയാവില്ല. എപ്പോഴാകണം ബി വഖ്തിഹ ലിൽ മൗസൂരി, അതിൻ്റെ സമയത്ത് തന്നെ ആകണം. മുമ്പ് പറ്റൂല, ജുമാൻ്റെ സമയത്ത് തന്നെ ആകണം. ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഖുത്ബ ഓതാൻ പറ്റൂല. പിന്നെ ലിൽ മൗസൂറായ ഹദീസ് ഉണ്ടായതിന് വേണ്ടി അങ്ങനെയാണ് ഉദ്ധരിക്കപ്പെട്ടത് ഖുത്ബ ജുമാൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത്. ഹുദൂർ അഹദിൽ സമാഇഹ, ആരെങ്കിലും ഒരാളത് കേൾക്കാൻ ഹാജരായിരിക്കണം. ആരെങ്കിലും ഒരാളെ ഹാജരായിരിക്കണം. മിമ്മൻ തൻഅഖിദു ബിഹിൽ ജുമുഅത്തു, ജുമുഅ സഹിയാകുന്ന വ്യക്തികളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ടായിരിക്കണം. അടിമയോ രോഗിയോ, ജുമുഅ സഹിയായ മതി. കുട്ടികളും പെണ്ണുങ്ങളൊന്നും പറ്റൂല. വലോ വാഹിദൻ, അത് ഒരാളാണെങ്കിലും കുഴപ്പമില്ല. ഫി സ്വഹീഹി, പ്രബലമായ അഭിപ്രായത്തിൽ. വൽ ഇതിനുൽ ആമു, ജുമാ സ്വഹിയാകാണ്ട് അടുത്ത സ്ഥലത്ത് പൊതുസമ്മതം ഉണ്ടായിരിക്കണം ജുമാ നടത്താനല്ല. ഇസ്ലാമിൻ്റെ അടയാളാണല്ലോ, ദീനിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ പൊതുസമ്മതം എന്ന് പറയുമ്പോൾ അത് പ്രസിദ്ധമായൊരു സംഗതി ആയിരിക്കണം. അല്ലാതെ എവിടെയെങ്കിലും വാതിലടച്ചു വിട്ടിച്ചാൽ ശരിയാവില്ല. അതൊരു പൊതു സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാകണം എന്ന് പറയുമ്പോൾ പൊതുപരിപാടിയായിട്ട് നടത്തണം. പിന്നെ വൽ ജമാഅത്തായിട്ട് നിർവഹിക്കണം. ബഹും സലാസു തിരിച്ചാൽ, ജമാഅത്ത് എന്ന് പറയുമ്പോൾ അതിനെ കണക്ക് 3 പുരുഷന്മാരാണ്. വൈറൽ ഇമാം ഒഴിക്കുക, അപ്പോൾ 4 ആളായി അല്ലേ. ഖുത്ബക്ക് അവർ ഹാജരാകണമെന്നൊന്നുമില്ല. ഷാഫി മദ്ഹബിൽ ഖുത്ബക്കും ഹാജരായാലും സ്വഹിയാവുള്ളൂ 40 ആൾക്കാർ. നിസ്കാരത്തിന് എന്ത് ചെയ്യണം? ജമാഅത്തായിരിക്കണത് 3 ആൾക്കാർ വേണം ഇമാമിന് പുറമെ. അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി പറയുന്നത് 3 ആളായാലും മതി എന്നുള്ളതാണ്. വലൗക്കാനു അബീദനോ മുസാഫിരീനോ മർള, അവരിഞ്ഞ് അടിമകളായാലും യാത്രക്കാരായാലും രോഗികളായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പുരുഷന്മാർക്കാണ് നിർബന്ധം എന്ന് പറഞ്ഞല്ലോ അല്ലേ. പിന്നെ മൂന്ന് പുരുഷന്മാർ ഇമാമല്ലാതെ, പുരുഷന്മാരെന്ന് പറയുമ്പോൾ അടിമകളായാലും മതി, യാത്രക്കാരായാലും മതി, രോഗികളായാലും മതി. വശർത്തു ഇന്ദൽ ഇമാമി ബഖാഉഹും മഅൽ ഇമാമി, ഒരു ഇമാമ് മഅ്മൂമികളെയും കൂട്ടിയിട്ട് നിസ്കാരം സഹിയാകുന്നതിനുള്ള ഷർത്ത് ബഖാഉഹും മഅൽ ഇമാം, ഇമാമിൻ്റെ കൂടെ തന്നെ അവർ സലാം വീട്ടുന്നത് വരെ ഉണ്ടാകണം എന്നതാണ്. പിള്ളേ ജമാഅത്ത് ഉണ്ടാവുള്ളൂ. ഇമാമിൻ്റെ അടുക്കലുള്ള ഷർത്ത് പറഞ്ഞാൽ ഇമാമ് അവരെയും കൂട്ടി ജമാഅത്ത് നിസ്കരിക്കാനുള്ള ഷർത്ത് അവർ തുടർന്നായിട്ട് പിന്നീട് മുറിഞ്ഞു പോകാൻ പറ്റുന്നില്ല, ലാസ്റ്റ് വരെ അവരുണ്ടാകണം എന്നുള്ളതാണ്. ഹത്താ യസ്ജുദ, സുജൂദ് ചെയ്യുന്നത് വരെ. ഫൈൻ നഫറു ബഅദ സുജൂദിഹി, അപ്പോൾ ഇമാമ് സുജൂദ് ചെയ്തതിനു ശേഷമാണ് അവർ നിസ്കാരം ഫാസിദാക്കുന്നത് എങ്കിൽ അതമ്മഹ വഹദഹു ജുമാഅത്തൻ, പിന്നെ സുജൂദ് കഴിഞ്ഞിക്കണമല്ലോ, ജുമാ അവർ നഷ്ടപ്പെടുത്തിയാൽ ഇമാം എന്ത് ചെയ്യണം? ദൂർ നിസ്കരിക്കേണ്ട ജുമായിട്ട് പൂർത്തിയാക്കണം. അതമ്മഹ വഹദഹു ജുമാഅത്തൻ. വൈൻ നഫറു ഖബല സുജൂദിഹി, സുജൂദിന് മുമ്പ് തന്നെ അവർ നിസ്കാരം ബാത്തിലാക്കിയാൽ ബാത്തിലത്ത് ജുമാ ബാത്തിലാവും. അടുത്തത്, അപ്പോൾ അവരെന്ത് ചെയ്ത് പിരിഞ്ഞു പോയി. വൈൻ നഫറു, സുജൂദിന് ശേഷം പിരിഞ്ഞു പോയാൽ പൂർത്തിയാക്കണം. സുജൂദിന് മുമ്പാണെങ്കിൽ ജുമാ ബാത്തിലാകും. വലാ തസീഹു ബിംറഅത്തിൻ ഔ സബിയ്യിൻ മാ റജലീനി, 2 ആണുങ്ങളും പിന്നെ ഒരു പെണ്ണും കുട്ടിയും ഉണ്ടായാൽ മതിയാവില്ല, 3 ആണുങ്ങൾ വേണം. കാരണം പെണ്ണുങ്ങൾക്ക് ഇമാം വെക്കാൻ പറ്റൂല, കുട്ടികളിന് പറ്റൂല. വജാസലിൽ അമദികൾ മരീദിൽ മുസാഫിർ ഉമ്മ ഫീഹ, അടിമക്കും രോഗിക്കും യാത്രക്കാർക്കും ഒക്കെ ജുമായിൽ ഇമാം ഒതുക്കുക, സ്ത്രീകൾക്കേ പറ്റാത്തുള്ളൂ. പിന്നെ വൽ മിസ്ർ, ഈ പട്ടണത്തിലായിരിക്കണം എന്നൊരു ഷർത്ത് പറഞ്ഞത്. ഈ പട്ടണം എന്ന് പറഞ്ഞാൽ അബൂ ഹനീഫ ഇമാം പറയാണ് കുല്ലു മൗദിൻ ലഹു മുഫ്തിൻ വ അമീറുൻ വ ഖാദിൻ, മുഫ്തി ഒരു ഉദ്യോഗസ്ഥൻ, അമീർ ഭരണാധികാരി, ഖാദി ഒക്കെ ഉള്ള ഒരു സ്ഥലത്തിനാണ് പറയുക. ഒരു മുഫ്തി വേണം,
ഫത്വ വഹിക്കാൻ ഒരു അമീർ വേണം, നീതി നടപ്പാക്കാൻ ഒരു ഖാദി വേണം, അവരുടെ താമസിക്കുന്ന അല്ലേ. യുനഫിദുൽ അഹ്കാമ, എങ്ങനത്തെ ഖാദി? വിധികൾ നടപ്പാക്കുന്ന, വയുഖീമുൽ ഹുദൂദ, ശിക്ഷകളൊക്കെ നടപ്പാക്കുന്ന. കട്ടെടുത്തതിനും മറ്റുമൊക്കെ ശിക്ഷയൊക്കെ ഉണ്ടാവില്ലേ. ബലഗത്ത് അഭിനയത്വം, അത് മാത്രം പോരാ, അതിൻ്റെ കെട്ടിടങ്ങൾ അഭിനയത്തെ മിനായിലുള്ള കെട്ടിടങ്ങളുടെ അളവുണ്ടാവണം. കുറേ കെട്ടിടങ്ങൾ വേണം നടത്തും. മിനായിലെ കുറേ കെട്ടിടം ഉണ്ടാവുമല്ലോ. ഇപ്പം അല്ല കേട്ടോ, അന്നത്തെ ഒരവസ്ഥ പറഞ്ഞതാ. മിന അപ്പോൾ മിനായിലുള്ള കെട്ടിടങ്ങളുടെ എണ്ണം വരുന്ന കെട്ടിടമൊക്കെ ഉണ്ടാവണം. വൈദാ ഖാനൽ ഖാദി അമീർ മുഫ്തിയൻ, അപ്പോൾ പിന്നെ ഇനി മൂന്നാളെന്നെ വേണമെന്നില്ല. ഖാദി അമീർ മുഫ്തി ആണെങ്കിലോ അങ്ങനെ അനി താഴാതി, പിന്നെ മൂന്നാൾ എന്നുള്ള എണ്ണം ആവശ്യമല്ല, ഒരാളെന്നെ മതി. മിക്കവാറും അങ്ങനെ മുഫ്തി അമീർ ഖാദിയൊക്കെ വേറെ വേറെ ആവുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇനി ഖാദി അമീറോ മുഫ്തി ആണെങ്കിൽ അങ്ങനെ ആവശ്യമില്ല. അനി താഴാതി, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല. താഴാതി പറഞ്ഞ എണ്ണം. വജാസത്തിൽ ജുമാഅത്ത് മിനാഫിൽ മൗസിമിൽ ഖലീഫത്തി അമീറുൽ ജസ, പിന്നെ മിനായിലെ ജുമാ നടത്തേണ്ടത് ആരാന്നറിയോ? ഫിൽ മൗസിമി, ഹജ്ജിൻ്റെ വേളയിൽ മൗസിമിൽ ഖലീഫക്കാണ് അനുവദനീയമാവുക, അല്ലെങ്കിൽ ഹിജാസിൻ്റെ അമീറിനാണ് അനുവദനം, അല്ലാതെ ഹജ്ജിൻ്റെ അമീറിനല്ല. ഖലീഫക്കോ ഹിജാസിൻ്റെ അമീറിനോ ആണ്, അല്ലാതെ ഹജ്ജിൻ്റെ അമീറല്ല എന്താക്കേണ്ടത്? ജുമാ നടപ്പാക്കേണ്ടത്. ഹജ്ജിൻ്റെ കാര്യമല്ലേ മുബ് നോക്കേണ്ടേ. വസഹൽ, അതിന് അമീറുണ്ടാവും, ഹജ്ജിനായിട്ടൊരു അമീറുണ്ടാവും. എല്ലാ ഹജ്ജിനും ഭരണാധികാരി നിശ്ചയിക്കണേ, അയാളല്ല. ഇനി ഖുതുബയിൽ എന്താ ഇപ്പം ചെല്ലേണ്ടത്? ശാഫി മദ്ഹബിൽ ഇപ്പോൾ ഹംദ് വേണം, സ്വലാത്ത് വേണം, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യണം, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ ജുമാ ഖുതുബ സ്വഹിയാവൂല എന്നാണ്. ഹനഫി മദ്ഹബിൽ ഖുതുബയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദിക്ർ മദീനാവി, തസ്ബീഹോ തഹ്മീദോ അൽഹംദുലില്ലാഹോ ഒക്കെ മതി. പക്ഷേ കുറച്ചൊക്കെ വേണം. അത് മാത്രം ആക്കുകയാണെങ്കിൽ മാൽ കറാഹത്താകും. കാരണം അത് ഒഴിവാക്കൽ കറാഹത്താണ്. ഹിജാസ് എന്ന് പറഞ്ഞാൽ മക്ക മദീനക്ക് ഉൾക്കൊള്ളുന്ന പ്രദേശമല്ലേ. ഹജ്ജിൻ്റെ അമീർ അല്ല ചെയ്യേണ്ടത്, ഖലീഫയോ ഹിജാസിൻ്റെ അമീറോ ആണ് ചെയ്യേണ്ടത്, അവിടുത്തെ ഭരണാധികാരിയാണ് ചെയ്യേണ്ടത്. ഈ മിനായിലുള്ള ജുമാ സ്ഥാപിക്കുക എന്നുള്ളത് ഒന്നിക്കൽ മൊത്തം ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖലീഫ, അല്ലെങ്കിൽ അയാളുടെ പ്രതിനിധിയായിട്ടുള്ള ഹിജാസ് എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഗവർണർ, അവരാണത് നിർവഹിക്കേണ്ടത്, അവർക്കാണ് അതിൻ്റെ അധികാരം. ഹജ്ജിന് വേണ്ടി താൽക്കാലികമായിട്ടൊരു അമീർ നിശ്ചയിക്കാറുണ്ട്, അയാളല്ല ഇത് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. ഹിജാസ് മക്കി മദീനയൊക്കെ ഉൾക്കൊള്ളുന്ന, മിനായും അറഫയൊക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന് പറയുന്ന പേരാണ് ഹിജാസ് എന്ന് പറയുന്നത്. സൗദി എന്നൊക്കെ പറയും. ഇപ്പോൾ പുതിയ പേരുണ്ടായതാണ് സൗദി, ഭരണകൂടത്തിലേക്ക് ചേർത്തിട്ട്. അതിന് മുമ്പ് ഹിജാസ് എന്ന് അങ്ങോട്ട് പറയാം, ഹിജാസ് നജിദ് എന്നൊക്കെയാണ് പറയാം. ഖുത്ബയിൽ എന്തെങ്കിലും തസ്ബീഹോ ഒരു അൽഹംദുലില്ലാഹ് മതി, മാൽ കറാഹത്ത്. പക്ഷേ കറാഹത്താണ്. കാരണം ഒരു നീണ്ട ദിക്റൊക്കെ വേണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ചുരുങ്ങിയതൊരു അത്തയ്യാത്തിൻ്റെ അളവൊക്കെ വേണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ചുരുക്കൽ കറാഹത്താണ്, പക്ഷെ അത് മതിയാകും. ഹംദ്, സലാത്ത്, മുസ്ലിമുകൾക്ക് കൊണ്ട് ദ്വാരിക്കുക, ഇതൊക്കെ സുന്നത്താണ്. അല്ലാഹുതആല ഫസ്തഅവിലാ ദിക്രില്ല, അള്ളാഹിൻ്റെ ദിക്റിലേക്ക് വരാമെന്നല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹിൻ്റെ ദിക്ർ പത്രം ഉണ്ടാകണം എന്ന് അള്ളാഹ് പറഞ്ഞില്ലല്ലോ. സുനൽ ഖുത്ബത്തി, ഖുത്ബൻ്റെ സുന്നത്തുകൾ എന്ന് പറയുന്നത് സമാനിയത്ത് അശറ 18 ഉണ്ട്. ഒന്ന് ശുദ്ധിയാണ്, മറ്റൊന്ന് മിമ്പറിൻ്റെ മേലെ ഇരിക്കുക. ഖബല ശുറൂഇൽ ഖുത്ബത്തി, ഖുത്ബയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മിമ്പറിലൊന്ന് ഇരിക്കണം. ഖുത്ബയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മിമ്പറിൽ ഇരിക്കണം. ശാഫി മദ്ഹബിൽ ഇങ്ങനെ ഇരിക്കുക സുന്നത്തൊന്നും നിർബന്ധമൊന്നുമില്ല, സുന്നത്തേ ഉള്ളൂ. അത് ഇവിടെയും സുന്നത്ത് തന്നെ. വല്ലദാനു ബൈന യദൈഹി, മുന്നിൽ ബാങ്ക് കൊടുക്കുക. അങ്ങനെയാണ് കാലഘട്ടത്തിലോടുകൂടെ ഇങ്ങനെ കടന്നു വന്നത് നൂറ്റാണ്ടുകളായിട്ട്. ഖത്തീബ് ഒന്ന് ഇരുന്നതിന് ശേഷം ഒരു ബാങ്ക് കൊടുക്കുക. കല്ല് ഇഖാമത്ത് അങ്ങനെയാണല്ലോ, ഖുത്ബ കഴിഞ്ഞിട്ട് സുമ്മ ഖിയാമുഹു, അങ്ങനെ ബാങ്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? എണീറ്റ് നിൽക്കുക ഖുത്ബക്കും വേണ്ടി. ഇരുന്ന് ഖുത്ബ ഓതിയാലും മതി എന്നാണ് ഇവിടുത്തെ മദ്ഹബ്. ഷാഫി മദ്ഹബിൽ നിന്ന് തന്നെ ഖുത്ബ ഓതൽ നിർബന്ധമാണ്. വസ്സൈഫ് ബിയസാരി, വാള് ഇടത് കയ്യിൽ പിടിക്കലും സുന്നത്താണ്. നിൽക്കുമ്പോൾ എന്തുണ്ടാക്കണം? വസ്സൈഫ്, വാള് ബിയസാരി അവൻ്റെ കയ്യിലുണ്ടാകണം. ആ വിധത്തിൽ എന്ത് ചെയ്യണം? അവൻ നിൽക്കേണ്ടതാണ് ബാങ്ക് കൊടുത്തതിന് ശേഷം.
വബിദൂനിഹി ഫി ബൽദത്തിൻ ഫുതിഹത്ത് സുൽഹൻ. വാളില്ലാതെയാണ് ഖുത്ബ ഓതേണ്ടത്. ഒരു നാട്ടിൽ ഫുതിഹത്ത് സുൽഹൻ, യുദ്ധമില്ലാതെ സമാധാനത്തോടു കൂടി ഇസ്ലാമിക രാജ്യമായി തീർന്ന ഫുതിഹത്ത് സുൽഹൻ. അപ്പോൾ മദീനയൊക്കെ അങ്ങനെയാണ്. മദീനയിൽ യുദ്ധം ഉണ്ടായിട്ടില്ലല്ലോ, അവിടെ വാള് വേണ്ട എന്നുള്ളതാണ്. മക്ക വാളുകൊണ്ടാണ് യുദ്ധം നടന്നിട്ടുള്ളതെന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവിടെ വാള് വേണ്ടി വരും. ചില രാജ്യങ്ങളൊക്കെ യുദ്ധം ആവശ്യമില്ലാതെ തന്നെ കീഴടങ്ങിയിട്ടുണ്ടേ, യുദ്ധമില്ലാതെ. പിന്നെ വസ്തിഖ്ബാലുൽ ഖൗമി ബിവജ്ഹിഹി, ജനങ്ങളിലേക്ക് മുഖം തിരിച്ചിട്ടാണ് ഖുത്ബ ഓതേണ്ടത്. സഹാബത്തിൻ്റെ വിധങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ബദാഅതുഹു ബിഹംദില്ല, അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങൽ സുന്നത്താണ് ഖുത്ബ. അൽഹംദുലില്ലാഹ് കൊണ്ട്. വസനാവ് ആക്കെ വരുന്നുണ്ട്. വസനാവ് അലൈ ബിമാഹുരുഹു, അള്ളാഹുവിന് അർഹിക്കുന്ന പ്രശംസകളെ കൊണ്ട് അള്ളാഹുവിനെ പ്രശംസിക്കലും സുന്നത്താണ്. 2 ഷഹാദത്തും സുന്നത്താണ്. നബിൻ്റെ മേലെ സ്വലാത്തിലും സുന്നത്താണ്. ഇല്ലത്തു, ആളുകൾക്ക് ഒരു ഉപദേശം കൊടുക്കലും സുന്നത്താണ്. ബിസ്മി ഹംദും സ്വലാത്തും മാത്രം ആക്കണ്ട. ബിസ്മി പറഞ്ഞില്ല, ഹംദും സ്വലാത്തും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾക്ക് തെറ്റിനെ തൊട്ട് പിന്മാറാൻ വേണ്ടി ഉപദേശം കൊടുക്കാൻ ഇല്ലത്ത് എന്ന് പറയാം. അള്ളാഹു തആലാൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ പേടിപ്പിക്കുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക, അതിൻ്റെ പേരാണ് വഅദ്. തദ്കീർ, അതുപോലെ തന്നെ ആളുകൾക്ക് ഓർമ്മപ്പെടുത്തുക, ഇതും സുന്നത്താണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുക. തദ്കീർ, എന്ത് കാര്യങ്ങളെ കൊണ്ടാണ് രക്ഷ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഖിറാഅത്ത് ആയത്തുൽ ഖുർആൻ എന്നുള്ളൊരു ആയത്ത് ഓതലും സുന്നത്താണ്. ഷാഫി മദ്ഹബിൽ നിർബന്ധമാണ്. ഖുത്ബത്താനി, 2 ഖുത്ബ സുന്നത്താണ്. നമ്മളെ ഷാഫി മദ്ഹബിൽ 2 ഖുത്ബ നിർബന്ധമാണ്. വൽ ജുലൂസ് ബൈന ഖുത്ബ, 2 ഖുത്ബയുടെ ഇടയിൽ ഇരിക്കൽ സുന്നത്താണ്. ഷാഫി മദ്ഹബിൽ നിർബന്ധമാണ്. ഇയാദത്തുൽ ഹംദി വസ്സനായി വസ്സലാത്തി അലൻ നബി, ഹംദും സനാഉം അള്ളാഹിനെ പ്രശംസിക്കലും നബിൻ്റെ മേലുള്ള സ്വലാത്തിനെയും 2ാം ഖുത്ബയിലും ആവർത്തിക്കലും സുന്നത്താണ്. ഷാഫി മദ്ഹബിൽ നിർബന്ധമാണ്. ദുആഉ ഫീഹ, 2ാം ഖുത്ബയിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ദുആരിക്കലും സുന്നത്താണ്. ഷാഫി മദ്ഹബിൽ നിർബന്ധമാണ്. ഇസ്തിഗ്ഫാരി ലഹും, അവർക്ക് വേണ്ടി പൊറുക്കണ തേടിക്കൊണ്ട്. അടുത്ത് വായു യുസ്മിയാൽ ഖൗമ ഖുത്ബത, ജനങ്ങൾക്ക് ഖുത്ബ കേൾപ്പിക്കലും സുന്നത്താണ്. ഖുത്ബ കേൾപ്പിക്കൽ നിർബന്ധമല്ല. ഷാഫി മദ്ഹബിൽ 40 ആൾക്കാരെ കേൾപ്പിക്കൽ നിർബന്ധമാണ്. ഹനഫി മദ്ഹബിൽ സുന്നത്താണ്. 2ാം ഖുത്ബ 1ാമത്തേനേക്കാൾ ഉറക്കനെയാക്കലൊക്കെ സുന്നത്തുണ്ട് കേട്ടോ. 1ാം ഖുത്ബനേക്കാൾ ഒച്ച 2ാം ഖുത്ബ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ തഖ്ഫീഫുൽ ഖുത്ബൈനി, 2 ഖുത്ബയെ ചെറുതാക്കൽ സുന്നത്താണ്. കുറേ നീട്ടരുത്. എത്ര? ബഖി സൂറത്ത് മിൻ തിവാലുൽ മുഫസ്സിൽ, തിവാലുൽ മുഫസ്സിൽ എന്ന് പറയുന്ന സൂറത്തുകളില്ലേ, ആ സൂറത്തിൻ്റെ അളവിൽ. അതൊക്കെ